പത്തിരി ഇങ്ങനെ പൊരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പത്തിരി പൊരിക്കാനിട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ആ എണ്ണ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിന് കറിയൊന്നും വേണ്ട, ചുമ്മാ കഴിക്കുക. ഒരു ചായ കൂടെ കിട്ടിയാൽ അതും ചായ മാത്രം മതി അല്ലേ. നമസ്കാരം. നല്ല കല്ലുമ്മക്കായം കൂട്ടിയുണ്ടല്ലോ, പൊരിച്ച പത്തിരി കഴിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ പൊറോട്ട കഴിക്കാം. പക്ഷെ ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പൊരിച്ച പത്തിരിക്ക് വേണ്ടി കുഴച്ചിട്ട് അത് പരത്തി അതിനകത്തുനിന്ന് റൗണ്ട് വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചെടുത്ത് മാറ്റി വെക്കുന്നതാണ്. ഇപ്പോൾ പൊരിച്ച പത്തിരിക്ക് വേണ്ടിയിട്ട് ചുടാനായിട്ട് റെഡിയായത് ഇവിടെ പത്തിരി റെഡി ആയിരിപ്പുണ്ട്. അതുപോലെ തന്നെ പൊറോട്ട അപ്പുറത്ത് ചേട്ടൻ ചുട്ടുകൊണ്ടിരിക്കുന്നു, ചുട്ട് കഴിഞ്ഞ് അന്നേരം അടിച്ചുകൊണ്ടിരിക്കുന്നു. പത്തിരിക്ക് ചുടാനായിട്ട് എണ്ണ അടുപ്പത്ത് വിറകടുപ്പിൽ റെഡിയായി നിൽക്കുകയാണ്. ഇനി പത്തിരി തേച്ചേട്ടൻ പെറുക്കിക്കൊണ്ട് പോവാണ്. കുഴച്ച് പരത്തി വെച്ചിരിക്കുന്ന പത്തിരി പെറുക്കിക്കൊണ്ട് പോകുന്നു, അതിനകത്ത് പോയി ചുടുന്നു. നമുക്ക് ഈ പത്തിരി ഉണ്ടാക്കുന്ന കാഴ്ചകൾ കാണാം. അതേപോലെ തന്നെ കല്ലുമ്മക്ക റെഡി ആവാനായിട്ടിരിക്കുന്നുണ്ട്, റെഡി ആയതിരിക്കുന്നുണ്ട്. മുട്ട റോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മുട്ട റോസ്റ്റ് ഉണ്ട്. മുട്ട റോസ്റ്റ് അല്ലാതെ വേറെ എന്തുണ്ട് ചേട്ടാ? മീൻകറി ഉണ്ട്, മറ്റേ മുട്ട റോസ്റ്റ് ഉണ്ട്, പച്ചക്കറി ഉണ്ട്, വെജിറ്റബിൾ കറി ഉണ്ട് അല്ലേ? വെജിറ്റബിൾ. ഇതൊന്നും കൂടാതെ കല്ലുമ്മക്കായ. ഇവിടെ കല്ലുമ്മക്കായ സ്പെഷ്യലാണ് കേട്ടോ. നേരത്തെ നമ്മൾ ഇവിടുന്ന് അടുത്ത് വന്ന് കല്ലുമ്മക്കായ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെയും കല്ലുമ്മക്കായ സ്പെഷ്യലാണ്. ഉച്ചയൂണും ഉണ്ടല്ലോ ഇവിടെ. ഉച്ചയ്ക്ക് ഊണിനും മീൻകറിയൊക്കെ കൂട്ടി തന്നെയാണോ? മീൻകറി, മീൻ പൊരിച്ചത് എല്ലാം ഉണ്ട്. ചിക്കൻ ഐറ്റംസ് ഒന്നുമില്ല? ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ കറിയുണ്ട്. അങ്ങനെ കുറെ ഐറ്റംസ് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഉച്ചഭക്ഷണത്തിനല്ല, നമ്മൾ പൊരിച്ച പത്തിരി അതുപോലെ തന്നെ പൊറോട്ടയും കല്ലുമ്മക്കായും ഒക്കെ കഴിക്കാനായിട്ട് വന്നതാണ്. പൊരിച്ച പത്തിരി ഇട്ട് എണ്ണയ്ക്കകത്ത് തിളച്ച് മറിഞ്ഞു വരുന്നു. അതുപോലെ തന്നെ ഇപ്പുറത്ത് പൊറോട്ട മൊരിഞ്ഞു വരുന്നു. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ചെറിയ ബാവ. ചേട്ടൻ ഇങ്ങനെ പത്തിരി ഇങ്ങനെ പൊരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പത്തിരി പൊരിക്കാനിട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ആ എണ്ണ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കും. ആ സമയം കൊണ്ട് തന്നെ ചേട്ടൻ കല്ലുമ്മക്ക ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മുറിച്ച സവോളയും പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടെ ചേർത്തല്ലേ. പിന്നെ മസാലപ്പൊടികൾ മസാലപ്പൊടികൾ മറ്റേ ഇറച്ചി മസാല, മറ്റേ മുളക്, മല്ലി, മഞ്ഞൾ, പിന്നെ കല്ലുപ്പ് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും അടുപ്പത്ത് കയറിയിട്ടുണ്ട്. ഇത് രണ്ടാമതിട്ട് ഇട്ടിരിക്കുന്നതല്ലേ? രണ്ടാമതിട്ട്. ഇനിയിപ്പോൾ സോസ് അതിൽ ഒഴിക്കും. വെളിച്ചെണ്ണ, കുരുമുളക്, മല്ലിച്ചപ്പ്, പുതിന, അങ്ങനെയുള്ള എല്ലാ ഇതും ചെല്ലും വെന്തതിൻ്റെ ശേഷമായിട്ടാണ് സാധാരണ ചെയ്യുക. ഇതിനിപ്പോൾ എത്ര സമയം എടുക്കുമായിരിക്കും ഇനി? അത് ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മുടെ കല്ലുമ്മക്കായും റെഡിയാവും. ഓൾറെഡി കല്ലുമ്മക്ക റെഡിയായി ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ പൊരിച്ചു പത്തിരിയും റെഡിയാവും. കൂടെ പൊറോട്ടയും ഉണ്ട്. പൊറോട്ടയും പൊരിച്ചു പത്തിരി അല്ലാതെ രാവിലെ കഴിക്കാൻ എന്താ ഉള്ളത്? രാവിലെ കഴിക്കാൻ പുട്ട്, വെള്ളപ്പം, കൽത്തപ്പം, പഴം പൊരിച്ചത്, പൊരിച്ച പത്തിരി, ഇതെല്ലാം ഉണ്ട്. എല്ലാം മറ്റേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പുട്ടും വെള്ളയപ്പം ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പം ഏതായാലും ഇതിൻ്റെ കാഴ്ചകൾ കണ്ടു. ഇനിയിപ്പം കല്ലുമ്മക്ക വിളമ്പി അങ്ങോട്ട് അതിൻ്റെ കൂടെ കഴിച്ച് അങ്ങോട്ട് പോകാം. കല്ലുമ്മക്ക മാത്രമല്ല, മുട്ടയുണ്ട്. അങ്ങനെ മറ്റേ ഐറ്റംസും എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് പോകാം. ചേട്ടാ താങ്ക്സ് കേട്ടോ. 2 ചേട്ടന്മാരോടും താങ്ക്സ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നേ. നല്ല ചൂട് പൊറോട്ട, ചൂട് പത്തിരി, പൊരിച്ച പത്തിരി. അതുപോലെ തന്നെ കല്ലുമ്മക്ക റോസ്റ്റ് ഉണ്ട്, പൊരിച്ച പത്തിരി ഇപ്പുറത്തുണ്ട്, മുട്ടക്കറി ഉണ്ട്, അതുപോലെ തന്നെ മീൻകറി ഉണ്ട്, വീണ്ടും കല്ലുമ്മക്ക റോസ്റ്റ് ഉണ്ട്, പിന്നെ പൊറോട്ട നമ്മൾ ഓരോന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കല്ലുമ്മക്ക റോസ്റ്റ് നമുക്ക് സൈഡിലോട്ട് ഒഴിക്കാമേ. ഇതാ കല്ലുമ്മക്ക റോസ്റ്റ് എന്നോ ഫ്രൈ എന്നോ, ഇവിടെ ഫ്രൈ എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അത് മൊത്തമായിട്ട് അങ്ങ് ഒഴിക്കാം. വാ, അത് മൊത്തമായിട്ട് ഒഴിച്ചിട്ടുണ്ട്. കല്ലുമ്മക്ക തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് ആ കല്ലുമ്മക്ക തന്നെ ഒന്ന് എടുത്തിട്ട് അത് തന്നെ ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം. ടൊമാറ്റോയുടെ ചെറിയൊരു പൊടിയും ആ മസാല എല്ലാം കൂടെ കൂടിയൊരു ടേസ്റ്റാണ്. ഇതിൽ ഇറച്ചി മസാല ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇറച്ചി മസാലയുടെ ടേസ്റ്റ് ഉണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു ഇറച്ചി മസാല ചേർന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ഇറച്ചി മസാലയുടെ ടേസ്റ്റ് എടുത്ത് നിൽക്കുന്നുണ്ട്. ഗരം മസാലയുണ്ട്, ഇറച്ചി മസാലയുടെ ആ ടേസ്റ്റ് നിൽപ്പുണ്ട്. കൊള്ളാം. ചൂട് പൊറോട്ടയോടെ കഴിക്കാൻ സുഖമാണ്. നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ വിളമ്പാൻ നിൽക്കുന്നവരും പാചകം ചെയ്യുന്നവരും എല്ലാം ഇച്ചിരി പ്രായമുള്ള ആൾക്കാരാണ്. എല്ലാവരും. അവർ ഇച്ചിരി സ്ലോ ആണ്.
അപ്പോൾ ഒത്തിരി പേര് ഇവിടെ വന്നിരുന്നിട്ട് അവർക്ക് ഫുഡ് കിട്ടാൻ താമസിക്കുന്നതുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നത് കണ്ടായിരുന്നു. നല്ല തിരക്കാണ്. തൊട്ടപ്പുറത്തെ മേശയിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അവർ എഴുന്നേറ്റ് പോയി. തൊട്ട് ഫ്രണ്ടിലത്തെ മേശയിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അവർ എഴുന്നേറ്റ് പോയി. കാരണം ഇത്രയും സമയം എടുക്കുന്നുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കൂടെ കൂടുതലായതുകൊണ്ടായിരിക്കാം അല്ലേ? അതെ. അപ്പോൾ ഏതായാലും പൊറോട്ടയും കല്ലുമ്മക്ക റോസ്റ്റും കൂടെ ഒന്ന് മുറിച്ച് കഴിക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടക്കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ എടുക്കാം. വെജിറ്റബിൾ കറി തീർന്നു പോയെന്ന് പറഞ്ഞു. അല്ലായിരുന്നുകൊണ്ട് വെജിറ്റബിൾ കറിയും കൂടെ ട്രൈ. മീൻ കറി അല്ലായിരുന്നു, ഞങ്ങൾ വെജിറ്റബിൾ കറിയാണ് ട്രൈ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത്. പക്ഷേ അത് തീർന്നു പോയി. ഏതായാലും കല്ലുമ്മക്കായും പൊറോട്ടയും. നല്ല ടേസ്റ്റാണല്ലോ. ടേസ്റ്റ് കൊള്ളാം. പക്ഷെ നിങ്ങൾ ക്ഷമയോടെ ഇവിടെ വെയിറ്റ് ചെയ്താലേ സാധനം കിട്ടുള്ളൂ. സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട് ചാലിയം കടുക്ക് ബസാറിലാണ്. കടുക്ക് ബസാറിൽ ജിനീഷ് ഹോട്ടലിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ജിനീഷ് ഹോട്ടലിൽ കല്ലുമ്മക്കായും പൊറോട്ടയും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തൊട്ടടുത്ത റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിച്ചിരുന്നു കല്ലുമ്മക്ക ഫ്രൈ. അന്നേരം ഇവിടെ വന്ന് കയറിയപ്പോഴത്തേന് കുറച്ച് പോലീസുകാരുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇവിടുന്ന് ഊണ് കഴിക്കണം, അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ്, ഒരു ദിവസം വന്ന് കഴിച്ച് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തന്നെയാണ് ഇവരോട് അനുവാദം മേടിച്ച് നമുക്ക് തന്നത്. നമ്മൾ പിന്നെ അന്നേരം വന്ന് കഴിക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു, ഞങ്ങൾ തിരിച്ചു പോകുമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്രാവശ്യം വന്നപ്പോൾ വന്ന് കഴിച്ചതാണ്. പക്ഷേ രുചി കൊള്ളാം കേട്ടോ. ഇനിയിപ്പം നമുക്ക് മുട്ടക്കറിയുണ്ട് മീൻ കറിയുണ്ട്. പക്ഷേ കറി ചാറ് കണ്ടിട്ട് രണ്ടും ഏകദേശം ഒരേ ചാറാന്ന് തോന്നുന്നു. ലുക്കിൽ ഒരുപോലാന്ന് തോന്നുന്നു. ഒരു സ്വല്പം മുട്ടക്കറി എടുത്ത് നോക്കട്ടെ. നിങ്ങൾക്ക് മുട്ടക്കറി വേണോ മീൻ കറി വേണോ? മീൻ കറി മതി. അപ്പം എന്നാൽ ഞാൻ മുട്ടക്കറി ഒന്ന് ഒരു സ്വല്പം ആ മുട്ട എടുത്ത് വെച്ച് മുട്ട ഇങ്ങോട്ട് വെച്ചു. മീൻകറി മീൻചാറ് ഇത് നമ്മുടെ പൊറോട്ടയുടെ പുറത്തോട്ട് വെച്ചു. മീൻചാറല്ല മുട്ടച്ചാറാണ് കേട്ടോ. മീൻചാറെന്ന് പറയാൻ കാര്യം അത് മീൻ ചാറ് പോലെ തന്നെ ഉണ്ട് കണ്ടിട്ട്. കഴിച്ചു നോക്കണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ അത് മീൻചാറിൻ്റെ അത് തന്നെയാണോ എന്ന്. മീൻചാറ് തന്നെയാണല്ലോ. ഞാൻ ആദ്യമായിട്ടുണ്ട് ഇങ്ങനെ ഒരു മുട്ടക്കറി കഴിക്കുന്നത്. മീൻചാറിനകത്ത് കിടക്കുന്ന പുഴുങ്ങിയ മുട്ട. പുളിയുണ്ട്, മീനിൻ്റെ പുളിയുണ്ട്, മീൻചാറിൻ്റെ പുളിയൊക്കെ ഉണ്ട്. വെറൈറ്റിയാണ്. ഇത് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഓരോരുത്തരുടെ ഇഷ്ടം പോലാണ്. പക്ഷേ ഇതിപ്പം മീൻകറിക്കകത്തുള്ള മുട്ടക്കറിയായിട്ട് മീൻ മുട്ടക്കറി. മീൻ മുട്ടയല്ല കേട്ടോ, കോഴിമുട്ട മീൻകറിയിൽ. എനിക്ക് കല്ലുമ്മക്കായേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ചാറാണ് കേട്ടോ. മുട്ടയ്ക്കകത്ത് വന്ന ചാറ് അല്ലെങ്കിൽ മീൻ ചാറ്. അതെങ്ങനെയുണ്ട് മീൻകറി? മീൻകറിന്റെ നല്ല പുളിയൊക്കെ ഉള്ള മീൻകറിയാണ്. അതെ. ഏതാ ഇഷ്ടപ്പെട്ടത്, കല്ലുമ്മക്കായാണോ അതോ മീൻകറിയാണോ? കല്ലുമ്മക്ക ഓക്കെയാണ്, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ മീൻകറി നല്ലൊരു പുളിയൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ടേസ്റ്റ്. മീൻകറിനോട് ഒരു പ്രത്യേക താല്പര്യമുള്ള ആളായതുകൊണ്ട് അതാവാനും ചാൻസ് ഉണ്ട്. അത് വേണമെങ്കിലും ആവാം. എനിക്കും മീൻകറിയുടെ മീൻകറി എന്ന് പറഞ്ഞാൽ മുട്ടയ്ക്ക് ചേർത്തിരിക്കുന്ന കറിയുടെ ആ പുളിയും അതിൻ്റെ ആ ടേസ്റ്റും ഇഷ്ടപ്പെട്ടു. കല്ലുമ്മക്ക കുഴപ്പമില്ലായിരുന്നു, മീൻസ് നല്ലതായിരുന്നു കേട്ടോ. കല്ലുമ്മക്കായ നല്ലതായിരുന്നു. ഇനിയിപ്പം പൊരിച്ച പത്തിരി ഉണ്ട്. പൊരിച്ച പത്തിരി എടുത്താലോ? പൊറോട്ട കഴിഞ്ഞില്ലേ? ഇതെടുത്ത് സൈഡ് വെച്ചു. നല്ല മൊരിഞ്ഞ പൊരിച്ച പത്തിരി കേട്ടോ. മൊരിഞ്ഞ പത്തിരി, പൊരിച്ച പത്തിരി, എങ്ങനെ വേണമെങ്കിലും പറയാം. ഇത് തന്നെയല്ലേ ടയർ പത്തിരി? ടയർ പത്തിരി വേറെയാണ് അല്ലേ? സെയിം അല്ലേ? വ്യത്യാസമാണ്. ഇതാ നന്നായിട്ട് മൊരിഞ്ഞ് ആ സൗണ്ട്, നമുക്ക് ആ പൊരിഞ്ഞ് വരുന്ന സൗണ്ട് വരെ നമുക്ക് കിട്ടും. ഇത് കേട്ടാ, അതിങ്ങെടുത്തു. കല്ലുമ്മക്കായുടെ കൂടെ കഴിക്കാം. നമുക്ക് കല്ലുമ്മക്ക തീർന്നു, നമുക്ക് ഇച്ചിരി കല്ലുമ്മക്ക വാങ്ങാം. പക്ഷേ ആ മുട്ടച്ചാറ് ഞാൻ അതിൻ്റെ പുറത്തോട്ടൊന്ന് ഒഴിക്കാം. ആ മുട്ടച്ചാറിൽ ഒന്നുകൂടെ ഒന്ന് മുക്കി. ഷെബീർ ഒരു സ്വല്പം മീൻ എനിക്ക് തന്നിരുന്നു, ആ മീനും കൂടെ കൂട്ടി. പത്തിരി വേറൊരു ലെവലാണ് അല്ലേ? ഫ്രഷാണ്, നന്നായിട്ട് മുരിഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് കഴിക്കാനൊരു പ്രത്യേക രസമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന് കറിയൊന്നും വേണ്ട, ചുമ്മാ കഴിക്കുക. ഒരു ചായ കൂടെ കിട്ടിയാൽ അതും ചായ മാത്രം മതി അല്ലേ? നമുക്കൊരു ചായ, ചേട്ടാ 2 ചായ തരുമോ? അതെ, പുഴുങ്ങിയ മുട്ടയും മീൻചാറെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് അതിൻ്റെ രുചി ഇഷ്ടപ്പെട്ടു കേട്ടോ. പഴംപൊരിയും ബീഫും കഴിക്കുന്നത് നമ്മളല്ലേ, പുഴുങ്ങിയ മുട്ടയും മീൻചാറും ഒന്നും ഒരു പ്രശ്നമല്ല. വെറൈറ്റി ടേസ്റ്റാണ് അത്. ശരിക്കും പുതിയൊരു പറയാം. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കഴിക്കുന്നത്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പുളിയൊക്കെ ആയിട്ട്, ആ മീൻചാറിൻ്റെ പുളിയും ഇതൊക്കെ ആയിട്ട്, മുട്ടയുടെ കൂടെ. അങ്ങനെ നമ്മുടെ ചായയും വന്നു. അപ്പം ചായയും കുടിച്ച് പത്തിരിയും കൂടെ കഴിക്കാം. ഇതൊന്നും പറയുന്നത് പത്തിരിക്ക് ഇത് നല്ലതായിട്ട് മുരിഞ്ഞ പത്തിരിയാണ്. അപ്പോൾ അതിന് ജസ്റ്റ് ചായയോ എന്തെങ്കിലും കൂടെ ചായയോ കാപ്പിയോ ഒക്കെ കൂടെ കുടിച്ചങ്ങ് പോയാൽ മതി. വേറെ ഒന്നും വേണ്ട, കറിയുടെ ആവശ്യമില്ല അല്ലേ? അടിപൊളി. അപ്പം നമ്മുടെ മീൻചാറിലെ മുട്ടയും അതേപോലെ തന്നെ പൊരിച്ച പത്തിരിയും കല്ലുമ്മക്കായുടെ ഫ്രൈയും
കേദറിൻ്റെ കറി ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ കൂടെ ഉണ്ടാവുക. നമുക്ക് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോകാം. തൽക്കാലത്തേക്കിന് ബൈ. നമ്മൾ ജിനീഷ് ഹോട്ടലിൻ്റെ ചേട്ടനോട് സംസാരിച്ചപ്പോൾ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞ ഏകദേശം 100 വർഷത്തിന് മേളിൽ പഴക്കമുള്ളതാണ്. അവരുടെ തന്നെ ബിൽഡിംഗ് ആണ്. ഞായറാഴ്ചയൊക്കെ ഓപ്പൺ ആണ്. നമ്പറും മറ്റ് ഡീറ്റെയിൽസും എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കോഴിക്കോട് നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വരണേ, ഒരു 40 മിനിറ്റ് യാത്ര ചെയ്ത് വരണം. നമ്മളിങ്ങോട്ട് പോരുന്ന വഴിക്ക് ഫറൂഖ് പാലമൊക്കെ രസമാണ്. അതിൽ ഇങ്ങോട്ട് കയറി പോരുന്നതൊക്കെ ഫറൂഖ് പാലം ക്രോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോമൺവെൽത്ത് ഇന്ത്യ ട്രസ്റ്റിൻ്റെ ടൈൽസ് ഫാക്ടറി ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല പാലങ്ങളൊക്കെ കയറിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മീൻ പിടിക്കാനായിട്ട് പോകുന്ന ബോട്ടുകളൊക്കെ കണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഏതായാലും ജിനീഷ് ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടൊന്ന് നോക്കിയാൽ മതി.